എല്ലാവർക്കും ട്രിവിയൻസിൻ്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ രജനികാന്തിൻ്റെയും കമൽഹാസൻ്റെയും റീയൂണിയൻ്റെ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് കണ്ടപ്പോൾ ഈ നമ്മുടെ ഒരു അഭിപ്രായം പറയാതിരിക്കാൻ വയ്യ. എന്തൊരു സ്വാഗാണ് തലൈവരെ വെച്ചിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. നമ്മളെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ആയിക്കോട്ടെ, ഉലകനായകൻ കമൽഹാസൻ ആയിക്കോട്ടെ, അവരെ മാക്സിമം ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളെ ഫാൻസിൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഓരോ സിനിമ ആരാധകനും 47 വർഷമായിട്ട് കാത്തിരുന്നതാണ് ഇവരൊന്ന് ഒന്നിച്ച് കാണാനല്ലേ. അപ്പോൾ ഈ ഒരു വേളയിൽ നെൽസണാണ് ഈ ചിത്രം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഈ BGM തന്നെ ഇന്നത്തത് ഒരു രക്ഷയില്ല, അന്യായ സാധനം അല്ലേ. അതുമല്ല, എനിക്കും മനസ്സിലാവാത്ത ഈ പ്രായത്തിലും ഇവരിത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കുന്നതാണ്. രജനികാന്ത് ആയിക്കോട്ടെ, കമൽഹാസൻ ആയിക്കോട്ടെ, അതിൽ ആ ടീസറിൽ ഓരോ കാര്യങ്ങളും കാണിക്കുന്നതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്കും ഫീൽ ആയത്. വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ BGM അതിന് അത്ര കരുത്തേകുന്നു ആ ഒരു സീക്വൻസുകൾക്ക്. പക്ഷേ ലാസ്റ്റ് അവരെ സ്ക്രീനിലോട്ട് കാണിക്കുന്ന ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ രജനികാന്ത് കിട്ടില്ല, അടിപൊളി. കമൽഹാസൻ ഓൾറെഡി നമുക്കറിയാം ലുക്ക്, പക്ഷേ രജനികാന്ത് എങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ ആക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് സ്റ്റൈലായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെ അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ.